ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ലീവിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പാറ്റേണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റിക്കിങ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത സ്ലീവ് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. കൂടുതൽ ഇതിൽ സ്റ്റിക്കിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. നോർമൽ നീഡിലും ആരി നീഡിലും ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. പക്ഷെ നല്ല ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി കസ്റ്റമർ തന്ന റെഫറൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്റ്റിക്കിങ് ഇഷ്ടമുള്ളവർ, അതായത് ഇത് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കുറച്ച് കുറഞ്ഞൊരു വർക്കായിരുന്നു. പക്ഷെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് വരും. കാരണം ചെയിൻ സ്റ്റോണും കുന്തൻ സ്റ്റോണൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു സ്ലീവിൽ നമ്മൾ കുന്തൻ സ്റ്റോൺ ഒരു 250 ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ കുറച്ച് അടുത്തടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനൊരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ചൊക്കെ ഇട്ട്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഇത് അടുത്തടുത്ത് വരുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജെറി ത്രെഡ് ആവശ്യമുണ്ട്. ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ജെറി ത്രെഡ്, പിന്നെ ഒരു ലെയർ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ബാക്കി ചെയ്യുന്നത്. പിന്നെ നമ്മൾ എ സ്റ്റാറിൻ്റെ ഷുഗർ ബീഡ് ഗോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3mm ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഒരു ഗോബി ഷേപ്പിൽ വരുന്നൊരു തുളിപ്പ് ഷേപ്പ് എന്നൊക്കെ പറയാം. ഗോബി തന്നെയാണ്, ഗോബി ഷേപ്പിൽ വരുന്നൊരു ബീഡ്സാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഞാൻ ആകെ ഒറ്റ ലെയർ ചെയിൻ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് സ്ലീവ് ഏരിയ ആണല്ലോ. കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. ഫുട്ട് ഇട്ട് അടിച്ചാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നെക്ക് പോർഷൻ ചെയ്യുമ്പോൾ ഞാൻ 2 ലെയർ ചെയിൻ സ്റ്റിച്ചും അതിൻ്റെ കൂടെ സിഗ്സാഗും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിക്ക് കിടക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ലെയർ ഇവിടെ കൊടുത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരു ലെയറേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷുഗർ ബീഡാണ്. നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിലും ചെയ്യുന്നത്. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എ സ്റ്റാറിൻ്റെ ബീഡാണ് യൂസ് ചെയ്യുന്നത്. കൂടെ നമ്മുടെ നീഡിൽ നമ്പർ 14 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ നൈലോൺ ത്രെഡ് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് നൈലോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടായിരിക്കണം പിന്നീട് ആ വർക്ക്, ആ ഒരു ബ്ലൗസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. കാരണം ഈ നൈലോൺ ത്രെഡ് നമ്മൾ ജസ്റ്റ് ചില ആൾക്കാർ അയണൊക്കെ ചെയ്യുന്ന സമയത്ത് പറ്റാറുണ്ട്. ഞാൻ 1-2 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നൈലോൺ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അറിയാണ്ട് അയൺ ബോക്സ് കൊണ്ട് അങ്ങനെ മൊത്തം വർക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നൈലോൺ ത്രെഡ് അധികം പ്രിഫർ ചെയ്യാത്തതാണ് നല്ലത്. പക്ഷേ നമുക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സാധാ ത്രെഡിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. പക്ഷെ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് വേണം നമ്മളിത് കൊടുക്കാനും പിന്നെ അവരോട് അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത് പിന്നെ ഭാവിയിലേക്ക് ശ്രദ്ധിക്കാനും. കാരണം ഇങ്ങനത്തെ വർക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ നാൾ ഇതിൻ്റെ കളറും കാര്യങ്ങളൊന്നും പോകാണ്ട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഷുഗർ ബീഡിൻ്റെ ലെയറാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഷുഗർ ബീഡും 3mm ബീഡും വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല സിമ്പിളായിട്ടുള്ള വർക്ക് നമുക്ക് നോർമൽ രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ ഗോബി ഷേപ്പിലുള്ള ആ ഒരു ലെയർ ഞാൻ കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം റൈറ്റ് സൈഡിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഓപ്പോസിറ്റ് ക്രോസ് ആയിട്ട് ഇരിക്കുന്ന പോലെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷുഗർ ബീഡും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊരു വർക്കാണ്, സിമ്പിൾ വർക്കാണ്. ഓൾറെഡി നമ്മൾ നെക്ക് കുറച്ച് ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി നെക്കിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം നെക്കും സ്ലീവും ലാസ്റ്റ് എങ്ങനെയാണ് വരാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണാം. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ സ്റ്റിക്കിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമ്മുടെ വർക്ക്, നമ്മുടെ ചാനൽ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വർക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഫുള്ളായിട്ട് കാണാം.